കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിനോളവും കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാ. കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാ. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. രോഗത്തിനേറ്റം വൈദ്യനാമവൻ നിനക്കനാദരം. വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തൻ ദയാപരം. കാക്കുന്നുവൻ കൃപാകരം ചേർക്കില്ല തെല്ലൊരാമയം സ്തുതിച്ചിടാ. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. അല്പസമയം ഉറങ്ങി ഉണർന്നതിൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അപ്പൻ്റെ പാദാന്തിയെ കടന്നു വരുവാൻ തക്കണം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ. അങ്ങ് എത്ര നല്ല ദൈവം, എത്ര വലിയ ദൈവമാ. ആമേൻ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ പൊന്നുകരം ചാർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തിയതാ, ഞങ്ങളുടെ ആവശ്യം ആഗ്രഹം ഞങ്ങളെ മാനിച്ച് നടത്തിയതാ. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. അങ്ങയുടെ വഴികളിൽ ഞങ്ങളായിരിക്കണം. ആ പൊന്നുകരം ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊള്ളണം. അങ്ങയോട് സംസാരിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്ന നന്ദി ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളെയും സമർപ്പിക്കട്ടെ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയൊരാ പ്രകാശത്തിലാതെ അവരുടെ മുഖം ആ ഒരു നാളിൽ ലജ്ജിച്ചു പോകാഞ്ഞത്. എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹല്ലേലൂയ അനുഗ്രഹവും വിടുതലും പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ജോലിയിലായിരിക്കുന്ന മക്കൾ, നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായിട്ടൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഒരുക്കുന്ന വലിയ ജയത്തിനായിട്ട് നന്ദി പറയുക. വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ട്, ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവ് മെഡിക്കൽ അറ്റൻഡ് ചെയ്ത മക്കളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവരെ സഹായിക്കും, നിശ്ചയമായും മാനിക്കും. ഹാലേലൂയ. ഞങ്ങൾ നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവ്. പ്രാർത്ഥനയോടെ എല്ലാവരുമായിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹാലേലൂയ. കർത്താവെ, തുടർന്നുള്ള പരീക്ഷകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം വേണം. പൊന്നുകരം തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു കൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, അവിടുന്ന് എല്ലാ വഴികളിലും കൂടെ ഇരുന്നാട്ട്. ജോലി ആഗ്രഹിക്കുന്ന മക്കൾക്ക്, വിദുരതയിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹാലിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുത വഴികളെ തുറന്ന് മാനിക്കുമാറാകണം. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിനും സമാധാനത്തിനും സൂക്ഷിച്ചു കൊള്ളണം. എല്ലാ നന്മകളും കൊടുത്ത് നിറച്ചു കൊള്ളുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണം. ദൈവഭയത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. ശത്രുവാരെയും കാണല്ലേ, ദുഷ്ടപിശാചാരെയും തുടരുതേ കർത്താവേ. ആമേൻ. ശത്രു ആരെ വിഴുകൊണ്ട് നലർന്ന് സുമ്മം പോലെ ഭവിഷ്യത്തോടെ ഓടി നടക്കുമ്പോൾ സ്വർഗ്ഗഭേദി തൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ എവിടെയെങ്കിലും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഹാലേലുയ കർത്താവെ, ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ സകലതും അറിയുന്ന കർത്താവ് ഹാലേലൂയ എല്ലാ മക്കളെയും മാനിക്കും, എല്ലാവരെയും അനുഗ്രഹിക്കും, എല്ലാ സങ്കടങ്ങളിലും എല്ലാ കണ്ണുനീരും കർത്താവ് തുടയ്ക്കും. പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ വീണ്ടും ഹാലേലൂയ വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, വിവാഹ ദിവസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. ഒന്നിനും കുറവുകൂടാതെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, സന്തോഷമുള്ള ജീവിതം നയിക്കണം. അതിനായിട്ട് അവരെ ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലുയ ഭവനമില്ലാത്ത മക്കളെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭവനം കർത്താവ് കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നപ്പാ, അവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാ മക്കളെയും കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പച്ചൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൂതനെ ഇറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ. ഹാലേലൂയ ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടെ സുഖപ്രസവം ഒരുക്കി ഹാലേലൂയ ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സുഖപ്രസവം നൽകി അനുഗ്രഹിച്ച് ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. തന്ന കൊച്ചു തലമുറകൾക്കായി നന്ദി പറയുന്നു. വലപിട കൂടാതെ വളർത്തി തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലൂയ ദൈവത്തിന് സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടായ കുടുംബങ്ങളെയെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ കർത്താവെ. പ്രത്യേകിച്ച് വേർപാട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, വരെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് ആശ്വസിപ്പിക്കുമാറാകണം. മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ നന്മയും അനുഗ്രഹം അപ്പച്ചൻ കൊടുക്കുമാറാകണം. അനാഥരെയും വിധവകളെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്, അവരെ സംരക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി പ്രവർത്തിക്കുമാറാകണം. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുമാറാകണം. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ സമർപ്പിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുക. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സംരക്ഷിക്കുന്നതെയോ നീ മാത്രമാകിയാൽ അവിടുത്തെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുക. തവേ ശത്രു ആരെയും കാണില്ലേ, ദുഷ്ടപിശാച് തൊടലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ചും ഹാലേലൂയ കർത്താവേ, ഫോണിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടപ്പാ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം അവർക്ക് കൊടുക്കണമേ. കർത്താവിനോട് സംസാരിക്കണമേ. ആരും വഴിതെറ്റിപ്പാൻ സമ്മതിക്കല്ലേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. നാടും വീടും ഒക്കെ വിട്ട് വിദൂരതകളിലായിരിക്കുന്ന എൻ്റെ കർത്താവേ, മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാവായി നല്ല പിതാവായി എൻ്റെ അപ്പച്ചൻ കൂടെ നിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുമുൻപാകെ എല്ലാ വിഷയവും സമർപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് പുതുവയസ്സിലൊക്കെ പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിൽ പ്രവേശിച്ച മക്കളെയും ഏൽപ്പിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്ക് നൽകി കർത്താവരെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കും. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതാത് ദിവസം വേണ്ടുന്നത് കർത്താവ് പോറ്റി പുലർത്തുമാറാകണേ. കഷ്ടനഷ്ടം കൂടാതെ എൻ്റെ കർത്താവ് ഓരോ മക്കളെയും സംരക്ഷിക്കണമേ. നീ കരുതുന്ന ദൈവമാ, വഴി നടത്തുന്ന ദൈവമാ, മാനിക്കുന്ന ദൈവമാ. സ്തോത്രം കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവെ, ഉദരസംബന്ധമായ രോഗമുള്ള, കൈകാൽക്ക് ചലനമില്ലാത്തവർ, കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, മുട്ടിൻ്റെ വേദനയാൽ നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, കർത്താവെ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഹാലേലൂയ തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ ഗതിയിലായിരിക്കുന്നവർ, കർത്താവേ, ആസ്മാ രോഗികൾ, തൈറോയിഡുള്ളവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ ഏൽപ്പിക്കുക. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് മരുന്ന്. അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മതി, ഞങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ കർത്താവേ, സൗഖ്യം ലഭിക്കുമല്ലോ. നന്ദി പിതാവേ, നന്ദി. അങ്ങ് തൊട്ടരും അങ്ങേ തൊട്ടരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അനവധി സൗഖ്യം ഞങ്ങൾ പ്രാപിച്ചവരാ കർത്താവേ. സ്തോത്രം. നന്ദി പിതാവേ. ഇന്നും ആ കാര്യത്തിന് ശക്തിയുണ്ട്. ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മതിയപ്പാ, ഒരു വാക്ക് കൽപ്പിച്ചാലും മതിയപ്പാ. ഹാലേലൂയ. എല്ലാ രോഗികളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ഹാലേലൂയ ഞങ്ങളെ ഇറക്കുവാൻ, മുട്ടിക്കുവാൻ, മോഷ്ടിക്കാൻ കടന്നു വരുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അൻപാർന്ന കരം ഞങ്ങളെ തൊടും.
ആ സമാധാനത്തിൻ്റെ കരം ഞങ്ങളെ തൊടും, ആ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടും. ഹല്ലേലൂയ. ഞങ്ങൾ വിടുതൽ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും, ക്ഷീണം മാറും, രോഗം മാറും, ഭാരം മാറും, ഭയം മാറി. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം. ഏറിയ ദൈവകൃപകൾ ഈ നാളെയും ഞങ്ങൾ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ, ഉണരുന്നത് പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് കടന്നു വരുന്ന ലക്ഷണമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ നിൻ്റെ മക്കളെ അവിടുന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ മക്കളെയും സ്വർഗം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം, വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിനുള്ളിൽ അവരെ മറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുക. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സമാധാനവും ദൈവകൃപയും തന്ന് ഞങ്ങളെ നടത്തണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ നന്മകളും തന്ന് ഞങ്ങളെ നടത്തിക്കാട്ടെ. ഇടപെടാതെ പിന്നെയും ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠം ചേർന്നിരിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.